الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, الإمام العلامة عبد الرحمن بن ناصر السعدي رحمه الله فوائد مستنبطة من قصة യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ നിന്ന്, അല്ലെങ്കിൽ സൂറത്ത് യൂസുഫിൽ നിന്ന് അതിലെ ഫവായിദുകൾ എന്ന കിതാബാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു, മിൻഹ, അതിന്റെ ഫവായിദുകളിൽപ്പെട്ടതാണ് أن العبرة في حال العبد بكمال النهاية لا بنقص البداية. ഒരു അടിമയുടെ അവസ്ഥ അത് പരിഗണിക്കുന്നത് അവന്റെ അവസാനത്തിൽ എന്തായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അവൻ തുടക്കത്തിൽ എന്തെങ്കിലും കുറവുള്ളവനായോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, അവന്റെ അവസാനം ഏത് രീതിയിലായിരുന്നു എന്നതിനെ പരിഗണിച്ചാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വദാലിക അന്ന ഇഖ്വത യൂസുഫ് ജറാ മിൻഹും മാ ജറാ മിൻ ഹാദിഹിൽ ജറായിം. സൂറത്ത് യൂസുഫ് നോക്കുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ പലതരത്തിലുള്ള തെറ്റുകൾ, അക്രമങ്ങൾ അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിലിട്ടു, അതുപോലെ തന്നെ കള്ളക്കഥയുമായി വന്നു, പിന്നെ സ്വന്തം ഉപ്പയോട് കളവ് പറഞ്ഞു, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലാകിൻ ഫി ആഖിരി അംരിഹിം വനിഹായതിഹി താബു ഇലല്ലാഹ്. പക്ഷേ അതിന്റെ അവസാനത്തിൽ എന്താണ് ഉണ്ടായത്? അവരെല്ലാവരും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി. വതലബു السماح من اخيهم يوسف ومن والديهم الاستغفار. അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിൽ നിന്നും അതുപോലെ മാതാപിതാക്കളിൽ നിന്നും ഇസ്തിഗ്ഫാറിനെ ആവശ്യപ്പെട്ട് അവർക്ക് ഒഴിവുകഴിവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. فحصل لهم السماح التام والعفو والكامل فعفى الله عنهم واوصلهم الى الكمال اللائق بهم. അവർക്ക് എന്തുണ്ടായി? അവര് യൂസുഫ് നബി അലൈഹി ഇസ്ലാമും യാക്കൂബ് നബി എല്ലാം അവർക്ക് പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും എല്ലാം ചെയ്തു. അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്തു? ആ തൗബ സ്വീകരിച്ച് പുറത്തു കൊടുത്തു. ഖീല ഇന്നല്ലാഹ ജഅലഹും അംബിയാ. തഫ്സീറുകളിൽ ഉലമാക്കൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാം നബിമാരാക്കി മാറ്റി എന്ന് കാണാൻ സാധിക്കും. അൽ അസ്ബാത്ത് എന്നുള്ള പദം നബിമാരുടെ ഇടയിൽ വന്നതുകൊണ്ട്, അതുകൊണ്ട് ഉദ്ദേശം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളാണ് എന്ന് ചില തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞു, ബൽകാനു ഖൗമൻ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായിട്ടുള്ള വ്യക്തികളായി അവരെ മാറ്റിയിട്ടുണ്ട്, സ്വാലിഹീങ്ങളായ ആളുകളായി അവരെ മാറ്റി എന്ന് കാണാൻ സാധിക്കും. വലിഹാദ, അതുകൊണ്ടാണ് في رؤيا يوسف رآهم بمنزلة الكواكب في إشراقها وعلوها وهذه صفة أهل العلم والإيمان والله أعلم. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരെ സ്വപ്നം കണ്ടപ്പോൾ എന്തായിട്ടാണ് കണ്ടത്? നക്ഷത്രങ്ങളായിട്ടാണ് കണ്ടത്. അപ്പൊ ആ നക്ഷത്രങ്ങൾ എന്നുള്ളത്, അത് പ്രകാശിക്കുന്നതായിട്ടുള്ളത് എന്നത് അത് ഇൽമിന്റെയും ഈമാനിന്റെയും ലക്ഷണമായിട്ടാണ്. ولهذا تفسر رؤيا الشمس والقمر والكواكب بالعلماء والصالحين وقد تفسر بالملوك والمناسبة الظاهرة. അതുകൊണ്ടാണ് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം എന്തായിട്ട് പരിഗണിക്കാറുള്ളത്? അത് ഉലമാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും അല്ലെങ്കിൽ രാജാക്കന്മാരുടെയും എല്ലാം അടയാളങ്ങളായിട്ട് പരിഗണിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ഫായിദയിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്ന വിഷയം, ഏതൊരു വ്യക്തിയുടെയും തുടക്കം എന്തായി എന്നുള്ളതിനനുസരിച്ചിട്ടല്ല, അത് ദീനിൽ അറിയപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ആളുകളുടെയും അവസാനം വെച്ചിട്ടാണ് അല്ലാഹു തആല എന്ത് ചെയ്യുക? പരിഗണിക്കുക. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം. അപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ തുടക്കത്തിൽ ഏറ്റവും വലിയ കുറ്റം ചെയ്തിട്ടുള്ള, അക്രമം ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവസാനത്തിൽ അള്ളാഹു തൗബ സ്വീകരിക്കുകയും ഇത് പറഞ്ഞതുപോലെ നബിമാരാക്കിയെന്നോ അല്ലെങ്കിൽ സ്വാലിഹ്യങ്ങളായ ആളുകളാക്കി അള്ളാഹു തആല മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
നമ്മൾ തിന്മകളിൽ വീണുപോയി അല്ലെങ്കിൽ തിന്മകൾ സംഭവിച്ചു എന്നുള്ളത് ഇനി അതിൽ തന്നെ തുടരുക എന്നതല്ല. അതിൽ നിന്ന് തൗബ ചെയ്ത് എപ്പോഴാണ് നമ്മുടെ അവസാനം നമുക്കറിയില്ല. പക്ഷെ അവസാനം നന്നാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്ത് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ഹസ്നുൽ ഖാത്തിം, നല്ല ഒരു അവസാനം നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു പാപം ചെയ്തു പോയി കഴിഞ്ഞാൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അടുത്തത് വമിൻഹ തക്മീലു യൂസുഫ് സ്വലവാത്തുല്ലാഹി അലൈഹി ലിമറാത്തിബിസ് സബ്ർ. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? സ്വബറിന്റെ, ക്ഷമയുടെ മർത്തബകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ക്ഷമയുടെ മർത്തബകളെല്ലാം പൂർത്തീകരിച്ചതായി കാണാം. എന്നിട്ട് പറയാണ് അസ്വബ്റുൽ ഇൽതിറാരി, നിർബന്ധിതമായി ഒരാൾക്കുണ്ടാകുന്ന ക്ഷമ. وهو صبره على أذية إخوته وما ترتب عليها من بعده عن أبويه وصبره في السجن بضع سنين. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വബർ എന്നുള്ളത് പ്രധാനമായിട്ടും 3 രീതിയിലാണ് വിശദീകരിക്കാറുള്ളത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ. അതായത് അള്ളാഹുവിനെ അനുസരിക്കാൻ നമ്മുടെ നഫ്സ് എന്ത് ചെയ്യും? നമ്മൾ പല പിന്താങ്ങലും മടിയും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനെല്ലാം വിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാൻ, അനുസരിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ക്ഷമ. രണ്ടാമത്തേത് പാപങ്ങളിലുള്ള ക്ഷമ. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? പാപങ്ങൾ ചെയ്യാൻ നമുക്ക് പിശാചിൽ നിന്നും അതുപോലെ നമ്മുടെ നഫ്സിൽ നിന്നുള്ള പ്രേരണകൾ ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തി അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ നഫ്സിനെ പിടിച്ചു നിർത്തുന്ന ക്ഷമ. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ ഖദറിലുള്ള ക്ഷമ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ വിധിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അതിൽ ഖൈറും ഷർറും ഉണ്ടാകും. അതിൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന മുസീബത്തുകളാകാം, രോഗങ്ങളാകാം, അതുപോലുള്ള കാര്യങ്ങൾ ക്ഷമ അവലംബിക്കുക. ഇതാണ് പ്രധാനമായും ക്ഷമയെ വേർതിരിക്കാറുള്ളത്. ഇതല്ലാതെ മറ്റൊരു തരത്തിൽ ഉലമാക്കൾ ക്ഷമയെ വേർതിരിച്ചിട്ടുണ്ട്. അതാണ് അസ്വബറുൽ ഇൽതിറാരി വസ്വബറുൽ ഇഖ്തിയാരി. ഒരാൾ നിർബന്ധിതമായി അനുഭവിക്കേണ്ടി വരുന്ന ക്ഷമയും ഒരാൾ തെരഞ്ഞെടുക്കുന്ന ക്ഷമയും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദ്ദത്തുസ് സാബിരീൻ വദഖീറത്തുശ് ശാകിരീൻ എന്നുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ അതിന് വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം ആദ്യം വായിക്കാം. സഅദി റഹിമഹുല്ലാഹ് കൊടുത്തതല്ല. എന്താണ് ഈ സബ്റുൽ ഇൽതിറാരി എന്നും സബ്റുൽ ഇഖ്തിയാരി എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയുന്നു, അസ്വബ്റു വർബാൻ, ക്ഷമ 2 ഇനമായിട്ടുണ്ട്. വർബുൻ ബദനീൻ വവർബുൻ നഫ്സാനി, ശരീരത്തിന്റെ ഒരു ക്ഷമയും അതുപോലെ തന്നെ മനസ്സിന്റെ ഒരു ക്ഷമയും. ശരീരത്തിന്റെ ഒരു ക്ഷമയും മനസ്സിന്റെ ഒരു ക്ഷമയും. വകുല്ലും മിൻഹാ നവ്ആൻ, ഇതിൽ തന്നെ ശരീരത്തിന്റെ ക്ഷമയിലും 2 ഇനമുണ്ട്, മനസ്സിന്റെ നഫ്സിന്റെ ക്ഷമയിൽ 2 ഇനമുണ്ട്. ഇഖ്തിയാരിയുൻ വൽതിറാരിയുൻ, ഒരാൾ തെരഞ്ഞെടുക്കുന്ന ക്ഷമയും ഒരാൾ നിർബന്ധിതമായ അയാൾക്കുണ്ടാകുന്ന ക്ഷമയും. ഫഹാദിഹി അർബഅതു അഖ്സാമിൻ, അപ്പൊ 4 ഇനമായി. ശരീരത്തിന്റെ 2 ഇനങ്ങൾ ഇഖ്തിയാരി ഇൽതിറാരി, നഫ്സിന്റെ 2 ഇനങ്ങൾ ഇഖ്തിയാരി ഇൽതിറാരി. ഇനി ഓരോന്ന് പറയാം. അൽ ഊല, ഒന്നാമത്തേത് അൽ ബദനി അൽ ഇഖ്തിയാരി, ശരീരം തെരഞ്ഞെടുക്കുന്ന ക്ഷമ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കതആത്തി അൽ അഅമാൽ അശ്ശാഖ അലൽ ബദനി ഇഖ്തിയാറൻ വാരിദതൻ, അതായത് ഒരാൾ ഇഖ്തിയാറൻ വ ഇറാദതൻ, ഒരാൾ സ്വന്തം ഉദ്ദേശപ്രകാരം തെരഞ്ഞെടുക്കുന്ന ക്ഷമ. ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പോ ഒരാൾക്ക് തിന്മ ചെയ്യാൻ, ശരീരം കൊണ്ട് തിന്മ ചെയ്യാനുള്ള ഒരവസരമെല്ലാം ഒരുങ്ങുമ്പോ അവന്റെ ശരീരത്തെ ആ തിന്മയിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത് അവൻ തെരഞ്ഞെടുക്കുന്നതാണ്. അവൻ എല്ലാ അവസരവും ഒരുങ്ങി, പക്ഷെ ആ സമയത്ത് അവൻ തെരഞ്ഞെടുക്കുന്ന, അവൻ അതിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടി എടുക്കുന്ന ക്ഷമ, അതാണ് അൽ ബദനി അൽ ഇഖ്തിയാരി. രണ്ടാമത്തേത് അൽ ബദനി അൽ ഇൽതിറാരി, നിർബന്ധിതനായി അവനുണ്ടാകുന്ന ക്ഷമ. കസ്വബ്രി അലാ അലമിൻ അലമി الضرب والمرض والجراحات والبرد والحر وغير ذلك, അതായത് ഒരുവനൊരു എന്തെങ്കിലും വേദനയുണ്ടായി, രോഗം ബാധിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുറിവുണ്ടായി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപദ്രവം ഉണ്ടായി വേദന അനുഭവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഇപ്പൊ നമ്മൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമുക്ക് ആ ആക്സിഡന്റിലൂടെ നമുക്ക് ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വല്ല ഓപ്ഷൻ ഉണ്ടായി വേറെ എന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ ഇല്ല, നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെ നിർബന്ധിതമായി ക്ഷമിക്കുന്നത്, അതാണ് അൽ ബദനി അൽ ഇഖ്തിറാരി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അൻ നഫ്സാനി അൽ ഇഖ്തിയാരി, മനസ്സിൽ തെരഞ്ഞെടുക്കുന്ന
ക്ഷമ. അങ്ങനെ പറഞ്ഞാൽ കസ്വബരി നഫ്സി അൻ ഫിഅലി മാ ലാ യുഹ്സിനു ഫിഅലഹു ശർഅൻ വലാ അഖ്ലൻ. അഥവാ മനസ്സിൽ നമുക്ക് തോന്നുകയാണ് ഒരു പ്രവൃത്തിയെ പറ്റിയിട്ടുള്ള ചിന്തകൾ വരികയാണ്, പക്ഷെ അത് നല്ലതല്ല, അതൊരു തിന്മയാണ്. അപ്പൊ ആ ചിന്തകളെ മനസ്സിൽ പിടിച്ചു നിർത്തുന്നതിനാണ് അന്നഫ്സാനി അൽ ഇഖ്തിയാരി എന്ന് പറയുന്നത്. അതിനെ പിടിച്ചു നിർത്തുന്ന ക്ഷമ. നാലാമത്തേത് അന്നഫ്സാനി അൽ ഇഖ്തിറാരി, നിർബന്ധിതമായി മനസ്സിലുണ്ടാകുന്ന ക്ഷമ എന്ന് പറഞ്ഞാൽ കസ്വബരി നഫ്സി അൻ മഹ്ബൂബിഹാ ഖഹ്റൻ ഇദാ ഹീല ബൈനഹാ വബൈനഹു. അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഉദാഹരണത്തിന് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ അങ്ങനെ എന്തെങ്കിലും മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പിടിച്ചു വെക്കുന്ന, നമ്മൾ മനസ്സിൽ അനുഭവിക്കുന്ന, പിടിച്ചു നിർത്തുന്ന ക്ഷമ, അതാണ് നഫ്സാനി അൽ ഇഖ്തിറാരി എന്ന് പറയുന്ന നാലാമത്തെ ഇനം. അപ്പൊ ഈ തരത്തിലാണ് ക്ഷമയുള്ളത്. ഇവിടെ ഇഖ്തിറാരിയായിട്ടുള്ള ക്ഷമ, നിർബന്ധിതമായിട്ട് അനുഭവിക്കുന്ന ക്ഷമ എന്നുള്ളത് എല്ലാവരും, ഇപ്പൊ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ഒരുപോലെ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു, നമ്മളത് സഹിക്കല്ലാതെ വഴിയില്ല. ഇപ്പൊ ഒരു മൃഗത്തിന്റെ ഭാഗത്ത് ഒരു മുറിവ് വന്നു, അത് മൃഗവും സഹിക്കല്ലാതെ വഴിയില്ല. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് കൂടുതൽ ദറജ എത്തിക്കുന്ന ക്ഷമ എന്ന് പറഞ്ഞാൽ ഇഖ്തിയാരി ആയിട്ടുള്ളതാണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇഖ്തിറാരി ഉണ്ടായിരിക്കണം, പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, മനുഷ്യനെ വേർതിരിക്കുന്ന കാര്യം ഇഖ്തിയാരി ആയിട്ടുള്ള ക്ഷമയാണ്. അതായത് അവനൊരു തിന്മക്കുള്ള എല്ലാ അവസരവും വന്നിട്ട് അവൻ പിടിച്ചു നിർത്തുന്ന ആ ക്ഷമ. അതുപോലെ തന്നെ മനസ്സിൽ പാപങ്ങളെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് ഒഴിവായി പിടിച്ചു നിർത്തുന്ന ക്ഷമ. അപ്പോ ഇങ്ങനെ രണ്ടു തരത്തിൽ ക്ഷമയെ വേർതിരിച്ചത് കാണാം. ഇനി ഇമാം സഅദി റഹിമഹുല്ലാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ക്ഷമ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അസ്സബ്റുൽ ഇൽതിറാരി, നിർബന്ധിതമായിട്ടുള്ള ക്ഷമ. വഹുവ സബ്റുഹു അലാ അദിയത്തി ഇഖ്വതിഹി വമാ തറത്തബ അലൈഹാ മിൻ ബുഅദിഹി അൻ അബവൈഹി വസബ്റുഹു ഫിസ്സിജ്നി ബിദ്അ സിനീൻ. അതെന്താണ് ഉദാഹരണം കൊടുക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങളിൽ നിന്നുണ്ടായ ഉപദ്രവം, തന്നെ പൊട്ടക്കിണറ്റിലിട്ടു, അതുപോലെയുള്ള ഉപദ്രവങ്ങൾ, ഉപ്പയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നു, അതിലെല്ലാം ക്ഷമിച്ചത്. അതുപോലെ തന്നെ ജയിലിൽ കിടന്ന സന്ദർഭത്തിൽ വേറെ ഒന്നും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനില്ല. ഇപ്പൊ പൊട്ടക്കിണറ്റിലിട്ടു, യൂസുഫ് നബിക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ? ഇല്ല. അത് സഹിക്കുകയും ക്ഷമിക്കല്ല വഴിയില്ല. അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന സമയത്തും അത് ക്ഷമിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഇൽത്തിറാരിയായിട്ടുള്ള ക്ഷമ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തെളിയിച്ചു. മറ്റേതോ വസ്സബ്റുൽ ഇഖ്തിയാരിയു, തെരഞ്ഞെടുക്കേണ്ട ക്ഷമ, ഒരാളുടെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുത്തുണ്ടാകേണ്ട ക്ഷമ. സ്വബ്റുഹു അലാ മുറാവദത്തി സയ്യിദതിഹി ഇംറഅത്തിൽ അസീസ് മഅ വുജൂദി ദവാഇൽ ഖവിയ്യ من جمالها وعلو منصبها وكونها هي التي راودته عن نفسه وغلقت الأبواب وهو في غاية الريعان الشباب وليس عنده من قرابته ومعارفه الأصليين أحد ومع هذه الأمور ومع قوة الشهوة منعه الإيمان الصادق والإخلاص الكامل من مواقعة المحذور. സഅദി റഹിമഹുല്ലാഹ് പറയാണ്, എന്താണ് ഇഖ്തിയാരി ആയിട്ടുള്ള ക്ഷമ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കാണിച്ചത്? തന്റെ യജമാനത്തിയായിട്ടുള്ള അസീസിന്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീ ഒരു തിന്മയ്ക്ക് വേണ്ടി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ക്ഷണിച്ച സമയത്ത്, ക്ഷണിക്കുക എന്ന് മാത്രമല്ല അദ്ദവാഇൽ ഖവിയ്യ, അതിലേക്ക് വീഴാനുള്ള ഏറ്റവും അധികം സാധ്യതകൾ, ആ ക്ഷണം ഒരു ശക്തിയായിട്ടുള്ള അതിലേക്ക് വീഴാൻ എല്ലാ സാഹചര്യവും ഒരുങ്ങുന്ന അവസ്ഥ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനുണ്ട്. നിങ്ങൾ ആലോചിച്ചു വെക്കണം. മിൻ ജമാലിഹ, അവർക്ക് സൗന്ദര്യമുണ്ട്, സൗന്ദര്യമുള്ള സ്ത്രീയാണ്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും നല്ല കുടുംബത്തിൽപ്പെട്ട സ്ഥാനത്തുള്ളവരാണ്. അതുപോലെ തന്നെ അവരാണ് ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്, അഥവാ ഒരു പുരുഷനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് അവരാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ യുവാവാണ്, അവരാണ് കതകുകൾ അടച്ച് ക്ഷണിക്കുന്നത്. അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്, അവർ അലങ്കരിച്ചിട്ടുണ്ട്, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണുള്ളത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആണെങ്കിലോ യുവത്വത്തിന്റെ അവസ്ഥയിലാണ്, നല്ല ഷഹ്വത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ്. അതുപോലെ തന്നെ തന്റെ കുടുംബക്കാരോ അയൽവാസികളോ ആയിട്ടുള്ള ആളുകളില്ല, ഗരീബാണ്. അതായത് വേറൊരു നാട്ടിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ഒരാൾ സ്വന്തം നാട്ടിലുള്ളതിനേക്കാൾ തിന്മകളിൽ വീഴാനും അതുപോലെയുള്ള സാഹചര്യങ്ങളിലാകാനും കൂടുതൽ സാധ്യത എപ്പോഴാണ്? തന്നെ അറിയാത്ത, തന്റെ കുടുംബത്തെ അറിയാത്ത അങ്ങനെയുള്ള വേറൊരു നാട്ടിലെത്തുമ്പോഴാണ്. അറബികളിൽ ഒരു ചൊല്ലന്നുണ്ട്, യാ ഗരീബ് കുൻ അദീബ്, അപരിചിതനായിട്ടുള്ളവനെ നീ നല്ല മര്യാദയുള്ള ആളായിട്ട് ഇരിക്കണം. അതായത് സ്വന്തം നാട്ടുകാരോ അയൽക്കാരോ ആരും അറിയുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളും സാധ്യതകളും ഉള്ള അവസ്ഥയിലും
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ തിന്മയിൽ നിന്ന് തടഞ്ഞത് എന്താണ്? അൽ ഈമാനു സ്വാദിഖ്, സത്യസന്ധമായിട്ടുള്ള ഈമാനാണ്. വൽ ഇഖ്ലാസുൽ കാമിൽ, അള്ളാഹുവിനോട് പൂർണ്ണമായ ഇഖ്ലാസാണ്. മിൻ മുആഖയതി മഹ്ദൂർ, ആ ഹറാമിൽ വീഴാതിരിക്കാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തടഞ്ഞ കാര്യങ്ങൾ അതാണ്. പ്രത്യേകിച്ച് ഏത് കാലത്തും ചെറുപ്പക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരും മധ്യവയസ്കരും എല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അസ്വബുറുൽ ഇഖ്തിയാരി യൂസുഫ് നബി അലൈഹി സ്വലാം കാണിച്ചത്. തിന്മകൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ, അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുങ്ങുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അതിൽ ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് അവന്റെ ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും മഹത്തായ അടയാളമാണ്. എന്നിട്ട് പറയാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വഹാദാ ഹുവൽ മുറാദു ബിഖൗലിഹി, ഈ സത്യസന്ധമായ ഈമാനും ഇഖ്ലാസുമാണ് ലൗല അൻ റആ ബുർഹാന റബ്ബിഹി, അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ടില്ലായിരുന്നുവെങ്കിൽ അതിൽ വീഴുമായിരുന്നു എന്ന് പറയുന്ന ആ ബുർഹാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു. ഫഹുവ ബുർഹാനുൽ ഈമാൻ അല്ലദീ യഗ്ലിബു ജമീഅൽ ഖുവൻ നഫ്സിയ്യ, ആ വ്യക്തമായ തെളിവ് എന്താണ്? ഈമാനാണ്. നഫ്സിന്റെ എല്ലാവിധ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും എല്ലാം പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവിലുള്ള ഈ ഈമാനിന്റെ ശക്തിയും പൂർണ്ണതയുമാണ്. ഫകാന ഹുവ മുഖദ്ദമുസ് സബ്അത്ത് അല്ലദീ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാളെ പരലോകത്തെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് ആരാണ്? വഹുവ റജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ, ഒരു വ്യക്തി, ആ വ്യക്തിയെ സൗന്ദര്യമുള്ള കുലീനതയുള്ള ഒരു സ്ത്രീ ക്ഷണിച്ചിട്ട് ഫഖാല, അവൻ പറയും ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വ്യക്തി, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെന്ന് പറഞ്ഞ് ആ ക്ഷണം ധിക്കരിച്ച് അവൻ അവന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ അവനുള്ള പ്രതിഫലം നാളെ അർശിന്റെ തണൽ ലഭിക്കുന്നവനാണ്. ثم بعد ذلك راودته المرأة وراودته واستعانت عليه بالنسوة التي قطعن أيديهم فلم تحدثه نفسه. പിന്നീട് എന്തുണ്ടായി? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു സ്ത്രീ, ഇവര് മാത്രമല്ല, പിന്നീട് എന്തുണ്ടായിട്ടുണ്ട്? ഈ സ്ത്രീ മറ്റുള്ള സ്ത്രീകളെ അറിയിക്കുകയും സ്വന്തം കൈ മുറിച്ചു പോകുമാറ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ ആകൃഷ്ടരായി അത്രയും മനസ്സ് പോയ സ്ത്രീകൾ വരെ വീണ്ടും ക്ഷണിക്കുകയുണ്ടായി. ആ സമയത്തോ വലം യസലൽ ഈമാൻ മുലാജിമൻ ലഹു ഫി അഹ്വാലിഹി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈമാനിന് ഒരു ചാഞ്ചല്യം സംഭവിച്ചിട്ടില്ല. ഒരു ചാഞ്ചല്യം സംഭവിച്ചു. ഒരു സ്ത്രീയല്ല, പിന്നീട് ഒരുപാട് സ്ത്രീകൾ ആ സ്ത്രീ പറഞ്ഞ് മറ്റുള്ള ഒരുപാട് സ്ത്രീകൾ അതിനുവേണ്ടി ശ്രമിച്ചു. ഹത്താ ഖാല ബഅദമാ തവഅദതു ബിഖൗലിഹി, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീകളിൽ ചിലർ പറഞ്ഞു, വലഇൻ ലം യഫ്അൽ മാ ആമുറുഹു ലയുസ്ജനന്ന വലയകൂന മിനസ് സാഗിരീൻ, ഞങ്ങൾ കൽപ്പിക്കുന്നത് നീ ചെയ്തിട്ടില്ല എങ്കിൽ, ആ പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നുണ്ടായിട്ടില്ല എങ്കിൽ ഒരു നിന്ദനായിക്കൊണ്ട് ജയിലിൽ അടക്കുന്നതാണ്. അപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതെന്താ? ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, ഇവരെന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ റബ്ബേ എനിക്കിഷ്ടം എന്താണ്? ജയിലാണ്. അതായത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന് മാത്രമല്ല, ഒരാൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിലേക്കുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ പറയുന്നത്, അള്ളാഹുവെ ഇവരെന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ്. അവർ ജയിലിലടക്കുന്നാണല്ലോ പറയുന്നത്, എന്ന് എനിക്ക് അതാണ് ഇഷ്ടമെന്നാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്. അതായത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു ഹറാമെന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് വേറെ എന്ത് ഒരു അവസ്ഥയിൽ നമ്മൾ അകപ്പെട്ടാലും സഹോദരങ്ങളെ അതൊന്നും ഒരു നഷ്ടമല്ല. അള്ളാഹുവിനെ ധിക്കരിക്കലാണ് ഏറ്റവും വലിയ നഷ്ടം. എന്നിട്ട് പറയാണ് ഫഖ്താറ സിജ്ന അലാ മുവാഖത്തിൽ മഹ്ദൂർ, ഹറാമായ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിനെ തെരഞ്ഞെടുത്തു. വമഅ ദാലിക ഫലം യത്തകിൽ അലാ നഫ്സിഹി ബൽ ഇസ്തിഗാസ ബിറബ്ബിഹി അയസ്രിഫ അൻഹു ശർറഹു. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂസുഫ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തില്ല? സ്വന്തത്തെ ആശ്രയിച്ചിട്ടില്ല. അവിടെ പ്രാർത്ഥിച്ചത് എന്താ? ഖാല റബ്ബി സിജ്നു, അള്ളാഹുവിനോടാണ് സഹായം തേടിയത്. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ തന്നെ വിചാരിച്ചാൽ മതി, എന്നെ കൊണ്ട് തന്നെ കഴിയും, ഞാൻ വിചാരിച്ചാൽ നടക്കും. അങ്ങനെയല്ല.
യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോടാണ് സഹായം തേടിയിട്ടുള്ളത്, സ്വന്തത്തിലല്ല ആശ്രയിച്ചത്. എന്നിട്ട് പറഞ്ഞു ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ ഇന്നഹു വസ്സമീഉൽ അലീം. അല്ലാഹു തആല എന്ത് ചെയ്തു? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു. അവരുടെ തന്ത്രം തെറ്റിച്ചു കളഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സംരക്ഷിച്ചു. നമ്മൾ ഓരോരുത്തരും, ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും തിന്മയിൽ അകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് മാത്രമേ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ധാരാളമായി നാം തേടുക, സഹായം ചോദിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നിട്ട് മുസഅദി റഹിമഹുല്ലാഹ് പറയാണ്, വഖമാ, ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ അന്നഹു കമ്മല മറാത്തിബ സബ്ർ, ക്ഷമയുടെ എല്ലാ മർത്തബകളും യൂസുഫ് നബി അലൈഹി സ്വലാം പൂർത്തീകരിച്ചു. നമ്മൾ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. അനുഭവിക്കേണ്ടി വരുന്ന ഇൽത്തിറാരിയായിട്ടുള്ള ക്ഷമ യൂസുഫ് നബി അലൈഹി സ്വലാം ഏറ്റവും ഭംഗിയിൽ പൂർത്തീകരിച്ചു. ഇഖ്തിയാരിയായിട്ടുള്ള ക്ഷമ യൂസുഫ് നബി അലൈഹി സ്വലാം ഏറ്റവും ഭംഗിയിൽ പൂർത്തീകരിച്ചു. എന്നിട്ട് പറയാണ് ഫഖദ് കമ്മല മറാത്തിബൽ അദ്ലി വൽ ഇഹ്സാനി ലിർറഇയ്യതി ഹീന തവല്ല ഖസായിനൽ ബിലാദിൽ മസ്രിയ. അതുപോലെ തന്നെ നീതിയുടെ, അതുപോലെ തന്നെ നന്മ ചെയ്യുന്നതിന്റെ ആ ഒരു അവസ്ഥയും പൂർത്തീകരിച്ചിട്ടുണ്ട്. എപ്പോൾ? ആ മിസ്രിന്റെ ഖജനാവുകളുടെ അധികാരം യൂസുഫ് നബി അലൈഹി സ്വലാമിന് ലഭിച്ചപ്പോൾ. വകമ്മല മറാത്തിബൽ അഫ്വി വൽ കറം ഹീന കാല ലഹു ഇഖ്വതുഹു. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെയും പുറത്തു കൊടുക്കുന്നതിന്റെയും ഏറ്റവും നല്ല ഔദാര്യം ചൊരിയുന്നതിന്റെയും അവസ്ഥയും യൂസുഫ് നബി അലൈഹി സ്വലാം പൂർത്തീകരിച്ചു. എപ്പോൾ? തന്റെ സഹോദരങ്ങൾ ഇതാണ് യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന് മനസ്സിലായപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, തല്ലാഹി ലഖദ് ആസറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. സൂറത്ത് യൂസുഫിലെ 91-92 ആയത്തുകൾ. തീർച്ചയായിട്ടും അള്ളാഹു ഞങ്ങളെക്കാൾ യൂസുഫെ നിനക്ക് സ്ഥാനം തന്നിട്ടുണ്ട്, ഞങ്ങള് തെറ്റുകാരാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞ എന്താ? യൂസുഫ് നബി അലൈഹി സ്വലാം അപ്പൊ അധികാരമുണ്ട്, അവരുടെ ഇതിൽ എന്ത് നടപടി എടുക്കാനും സാധിക്കും. പക്ഷെ പറഞ്ഞു ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേലെ ഒരു കുറ്റവുമില്ല, ഒരാക്ഷേപവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്, അവൻ അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനാണ് എന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഫർതഖ അലൈഹിസ്സലാം ഇലാ അഅല മഖാമാത്തിൽ ഫദ്ലി വൽ ഖൈരി വസ്സിദ്ഖി വൽ കമാൽ വനശറല്ലാഹു ലഹു അസ്സനാഅ ബൈനൽ ആലമീൻ. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ സിദ്ഖിന്റെയും സത്യസന്ധതയുടെയും അതുപോലെ നന്മയുടെയും ഔദാര്യത്തിന്റെയും എല്ലാം ഉന്നതമായ അവസ്ഥയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എത്തി. അല്ലാഹു തആല ജനങ്ങൾക്ക് മുമ്പിൽ, ഈ ലോകത്തിന് മുമ്പിൽ അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കി, ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ക്ഷമ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ട അവസരങ്ങൾ ഉണ്ടാവും അള്ളാഹുവിന് മുമ്പിൽ. ആ സമയത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തെളിയിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ ഉയരും. അള്ളാഹു നമ്മെ ഉയർത്തും. അള്ളാഹുവിൽ നിന്നുള്ള അതിന് പകരമായിട്ടുള്ള ഏറ്റവും നല്ല ഔദാര്യങ്ങൾ ലഭിക്കും. നമ്മൾ ചിന്തിക്കണം, ഈ രണ്ട് ക്ഷമയും നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കണം. ഞാൻ ഒന്നുകൂടിയും ഇൽത്തിറാരി ഇഖ്തിയാരി മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം കൂടിയും പറയാം. ഉദാഹരണത്തിന്, നമ്മുടെ ഈ കൈകൊണ്ട് ഒരു ഹറാമായ കാര്യം ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു കളവ് നടത്തുന്ന ഒരാളെന്ന് വിചാരിക്കുക, ഈ കൈകൊണ്ട് ആ കെട്ടെടുത്ത സാധനം എടുക്കാതിരിക്കുക, അതാണ് അവൻ ഇഖ്തിയാരി ആയിട്ടുള്ള ക്ഷമ. അപ്പൊ കട്ടെടുക്കുന്ന ഒരാൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് പിടിച്ചു നിർത്തുക എന്നുള്ളത്. എന്നാൽ അതേസമയം അവന്റെ കൈ മുറിഞ്ഞുപോയി വിചാരിക്കുക, ഇതുകൊണ്ടല്ല, വേറെ എന്തെങ്കിലും ശിക്ഷയായിട്ടല്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് കയ്യിലൊരു മുറിവ് പറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദനയുണ്ടായി, അതവന് ക്ഷമിക്കാൻ പറ്റും. അതാണ് ഇൽത്തിറാരി ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് കണ്ണിനൊരു വേദന വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു, അത് നമുക്ക് സഹിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമാണ്. നമ്മൾ ക്ഷമിക്കുന്നു, ഇൽത്തിറാരി ആയിട്ടുള്ള ക്ഷമയാണ്. പക്ഷെ ഹറാമായ ഒരു കാര്യം കാണുമ്പോൾ അതിൽ നിന്ന് ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് ഇഖ്തിയാരിയായി നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ക്ഷമയാണ്. അപ്പൊ ക്ഷമയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇഖ്തിയാരി ആയിട്ടുള്ളതാണ്. ഇൽത്തിറാരി ആയിട്ടുള്ളത് വേണം, പക്ഷെ അത് മൃഗങ്ങളും മനുഷ്യർക്കും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ക്ഷമ അസ്വബുറുൽ ഇഖ്തിയാരി. അപ്പൊ ഈ രണ്ടും യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുത്തെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉന്നതമായ സ്ഥാനത്തിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എത്തിച്ചു. അൽ ഫസ്ലു റാബിഅ, ഈ കിതാബിലെ 4ാമത്തെ ഫസ്ലിൽ, വമിൻഹ, ഈ സൂറത്തിലെ അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥയിലുള്ള ഫവായിദിൽപ്പെട്ട മറ്റൊരു ഫായിദ, വമിൻഹ അന്നൽ ഇഖ്ലാസ ലില്ലാഹി തആല അക്ബറുൽ അസ്ബാബി ലിഹുസൂലി കുല്ലി ഖൈറിൻ വഇൻദിഫാഇ കുല്ലി ശർറിൻ. അള്ളാഹുവിനോട് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ലോകത്ത് എല്ലാ ഖൈറും നേടാനുള്ള കാരണവും
എല്ലാവിധ ഷർറിൽ നിന്നും രക്ഷപ്പെടാനുള്ള, എല്ലാവിധ ഷർറും തടയാനുള്ള കാരണവും. എന്നിട്ട് പറയാണ് കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിലെ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞു, കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാഅ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ വഫിൽ ഖിറാഅത്തിൽ ഉഖ്റാ അൽ മുഖ്ലിസീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഏത് സമയത്ത് അത് പറയുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ സ്ത്രീ വശീകരിക്കാൻ ശ്രമിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് രക്ഷ തേടി ആ തെറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹു പറയാണ്, കദാലിക, ഇതുപോലെയാണ്, ലിനസ്രിഫ അൻഹു സൂഅ, യൂസുഫ് നബി അലൈഹിസ്സലാം അകപ്പെട്ടു പോകുന്ന അപകടത്തിൽ നിന്ന്, ആ തിന്മയിൽ നിന്ന് നാം രക്ഷിച്ചത്, അത് തെറ്റിച്ചു കളഞ്ഞത്, വൽ ഫഹ്ശാ, ആ മ്ലേച്ഛതയിൽ നിന്ന്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അതിൽ മറ്റൊരു ഖിറാഅത്തിൽ മുഖ്ലിസീൻ, തീർച്ചയായും യൂസുഫ് നബി അലൈഹിസ്സലാം എന്റെ ഇഖ്ലാസുള്ള അടിമകളിൽപ്പെട്ടവരാണ്. സഹോദരങ്ങളെ, ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇഖ്ലാസാണ്. നോക്കി ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യരെ എല്ലാവരെയും ലഅഗ്വിയന്നഹും അജ്മഈൻ, ഞാൻ എല്ലാവരെയും പിഴപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് പറഞ്ഞ വാക്കെന്താണ്? ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലിസീൻ, ഇഖ്ലാസ് ഉള്ള നിന്റെ അടിമകൾ ഒഴികെ. നിന്റെ അടിമകളിൽ ഇഖ്ലാസ് ഉള്ളവരെ എനിക്ക് പിഴപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇഖ്ലാസിൽ വീഴ്ച സംഭവിക്കുന്ന ആളുകളെ, അവരുടെ മേലെയാണ് ഇബ്ലീസിന് സ്വാധീനം ഉണ്ടാകുന്നത്. ഇബ്ലീസിന് അറിയാം. നമ്മൾ ഏതെങ്കിലും അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുണ്ടെങ്കിൽ, അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം ദുർബലമാകുന്നുണ്ടെങ്കിൽ, നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ഇഖ്ലാസും തൗഹീദും. അതിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടാവും, അതിനെന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ ലാഹിറായിട്ടുള്ള ശിർക്കിന്റെ കർമ്മങ്ങൾ നമ്മൾ വന്നിട്ടുണ്ടാവില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ, അവർക്ക് വരുന്ന അപകടങ്ങൾ എന്താണ്? അവർക്ക് റിയാവ് ബാധിക്കാം, ഉജൂബ് ബാധിക്കാം. ഇതെല്ലാം ഇഖ്ലാസിനെ പൊളിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊരു തിന്മയെന്ന് അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സംരക്ഷണവും നമുക്ക് വേണോ? അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് കാരണം പറഞ്ഞാൽ എന്താണ്? ഇഖ്ലാസാണ്, തൗഹീദാണ്. എല്ലാ നന്മയുടെ അടിസ്ഥാനം തൗഹീദാണ്. എല്ലാ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തൗഹീദാണ്. അതുകൊണ്ടാണ് തൗഹീദിനെ കുറിച്ചുള്ള പഠനം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ തൗഹീദിൽ ഇഖ്ലാസ് എന്നുള്ളത് ഒന്നുകൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് എന്നിട്ട് പറയാണ്, ഐ അല്ലദീന അഖ്ലസഹുമുല്ലാഹ് ബിഖാലിസതി ദിക്രിദ്ദാരി വഹുമാ മുതലാസിമതാൻ. അള്ളാഹുവിനോട് ഇഖ്ലാസ് ഉണ്ടാവുക, അതുപോലെ തന്നെ പരലോകത്തിനെ കുറിച്ചുള്ള ഓർമ്മയും നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമല്ലോ എന്നുള്ള ചിന്തയും, അതും ഏറ്റവും നല്ല ഈ ചിന്തയുണ്ടാവുക. ഫഖലസഹും ലിഇഖ്ലാസിഹിം ലഹു, ആ ഇഖ്ലാസ് ഉള്ളത് കൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്യും? അവരെ രക്ഷിക്കും. അവരെ ബാക്കിയുള്ള തിന്മകളിൽ നിന്ന് അല്ലാഹു തആല രക്ഷിക്കുന്നതാണ്. ഫമൻ അഖ്ലസ ലില്ലാഹി അഖ്ലസഹു വഖല്ലസഹു മിനശ്ശുറൂർ. ആരാണോ അള്ളാഹുവിനോട് ഇഖ്ലാസ് ഉള്ളവനാകുന്നത്, അവനെ മറ്റുള്ള എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തും, ഒഴിവാക്കിയെടുക്കും. വഅസമഹു മിനസ്സൂഇ വൽ ഫഹ്ശാ, തിന്മകളിൽ നിന്നും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പ്രത്യേകം സംരക്ഷണം നൽകുകയും ചെയ്യും. അപ്പൊ ഇഖ്ലാസ്, തൗഹീദ് എന്നുള്ളത് എല്ലാ മേഖലയിലും, നമ്മുടെ ബാഹ്യമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തിന്മയിൽ അകപ്പെടാതെ ഒരു സംരക്ഷണം, ഒരു രക്ഷ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൗഹീദും ഇഖ്ലാസും ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് സാധിക്കുക. അത് സൂറത്ത് യൂസുഫിൽ നിന്നുള്ള ഒരു ഫായിദയാണ്. അടുത്തത് വമിൻഹാ മാ ദല്ലത് അലൈഹിൽ ഖിസ്സതു മിനൽ അമൽ ബിൽ ഖറായിൻ ഖവിയ്യ മിൻ ഇദ്ദത്തി വുജൂഹിൻ. അതായത് ഒരു ഈ സൂറത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഖറായിൻ എന്നുള്ളതിന് ഒരു എന്താ പറയാ, സാഹചര്യ തെളിവുകൾ എന്നെല്ലാം പറയുന്നത്. അപ്പൊ ഒരു കാര്യത്തിൽ ഒരു കേസ് വന്നു, ആ കേസിൽ വിധി നടപ്പിലാക്കുന്ന സമയത്ത് അതിന്റെ സാഹചര്യ തെളിവുകളിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിനെ ബാധിച്ചിട്ടുണ്ടോ, അതിൽ നിന്നൊരു ഹുക്മ് പറയാൻ മറ്റുള്ള തെളിവുകൾ, സാഹചര്യത്തിൽ എന്തെങ്കിലും തെളിവ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് പരിഗണിക്കാവുന്നതാണ് എന്നീ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കാം. പല രീതിയിലുണ്ട്. അതിൽ രണ്ടെണ്ണം ഈ കിതാബിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു. അതിലൊന്ന്, ഹീന ദഅത് ഇംറഅത്തുൽ അസീസ് അന്ന യൂസുഫ റാവദഹാ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ സ്ത്രീ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ, ആ സ്ത്രീയുടെ ഭർത്താവ് ഇത് കാണുകയും ആളുകൾ അറിയുകയും ചെയ്തപ്പോൾ ആ സ്ത്രീ ഇമ്രത്തുൽ അസീസ് എന്താണ് പറഞ്ഞത്? യൂസുഫാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത്, ഈ തിന്മയിലേക്ക് എന്നെ ക്ഷണിച്ചത് യൂസുഫാണ് എന്ന നിലക്ക് പറഞ്ഞു. വഖാല ഹിയ റാവദത്നി അൻ നഫ്സി, പറഞ്ഞു എന്നെ ക്ഷണിച്ചത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാനല്ല,
ആ സ്ത്രീയാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു. ഫശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, അങ്ങനെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് അതിന് വിധി കൽപ്പിക്കാൻ വേണ്ടി ഐ ഹക്കമ ഹാക്കിമുൻ ബിഹാദൽ ഹുക്മിൽ വാദിഹ്, വ്യക്തമായിട്ട് വിഷയത്തിൽ ഒരു വിധി പറഞ്ഞു. വകാനത് ഖദ് ഷഖ്ഖത് ഖമീസ യൂസുഫ് വഖ്ത മുറാവദതിഹാ ഇയ്യാഹ്, ആ സമയത്ത് അഥവാ ആ വശീകരിക്കാൻ ശ്രമത്തിന്റെ ഇടയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രം കീറിയിട്ടുണ്ട് എന്നറിഞ്ഞു. അതായത് അവിടെ ഒരു വിധി കൽപ്പിക്കുന്ന ഒരാൾ വിധി കൽപ്പിക്കുക. അപ്പോ ആ കേസിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രം കീറിയിട്ടുണ്ട് എന്നറിഞ്ഞു. അപ്പോ ആ കേസിന് വിധി കൽപ്പിക്കുന്ന ആൾ പറഞ്ഞ കാര്യം എന്താണ്? ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. സൂറത്തു യൂസുഫിലെ 26-ാമത്തെ ആയത്താണ്. അപ്പൊ അയാൾ പറഞ്ഞു, സ്ത്രീ പറഞ്ഞു യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഞാനല്ല, അവളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിധി കൽപ്പിക്കുന്ന ആള് പറഞ്ഞു ആ വസ്ത്രം കീറിയത് അവന്റെ മുൻഭാഗത്താണെങ്കിൽ അവൾ പറഞ്ഞത് ശരിയാണ്, അവൻ കളവാണ് പറയുന്നത്. മുൻഭാഗത്താണ് വസ്ത്രം കീറിയിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞത് സത്യമാണ്, അവൻ കളവാണ് പറയുന്നത്. لأنه يدل على إقباله عليها وأن المراودة صادرة منه. കാരണം എന്താണ്? ഈ പുരുഷനാണ് ആ സ്ത്രീയെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എങ്കിൽ അവൻ അവളിലേക്ക് മുന്നിട്ടിട്ടായിരിക്കും തിരിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ വസ്ത്രം കീറിയത് മുൻഭാഗത്താണെങ്കിൽ അവനാണ് കുറ്റക്കാരൻ. وإن كان قميصه قد من دبر فكذبت وهو من الصادقين. ഇനി യൂസുഫിന്റെ വസ്ത്രം കീറിയത് പിൻഭാഗത്താണെങ്കിൽ അവൻ സത്യം പറഞ്ഞതാണ്, അവൾ പറഞ്ഞത് കളവാണ്. فكان هذا هو الواقع لأنها تريده وهو يفر منها ويهرب عنها فقدت قميصه من خلفه. കാരണം സ്വാഭാവികമാണ്, അതായത് പുരുഷൻ ആ സ്ത്രീയിൽ നിന്ന് ഓടി അകലാനുള്ള ശ്രമിക്കുന്ന സമയത്ത് അവളാണ് ക്ഷണിച്ചതെങ്കിൽ പിൻഭാഗത്ത് കീറാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വിഷയം ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരു വിധി കൽപ്പിക്കുന്ന സമയത്ത് ഖറായിൻ, ആ സാഹചര്യ തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിഗണിച്ച് ചെയ്യാവുന്നതാണ്. അത് അറിയിക്കാനാണ് ഈ തെളിവ് ഇവിടെ പറഞ്ഞത്. ഫതബയ്യന ലഹും അന്നഹാ ഹിയൽ മുറാവിദതു ഫീ തിൽകൽ ഹാൽ. അങ്ങനെ അവിടെ വ്യക്തമായി എന്താണ്? ആ സ്ത്രീയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്ന്. വബഅദ ദാലിക അഅ്തറഫത് ഇഅ്തിറാഫൻ താമൻ ഹൈസു ഖാലത്. പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഏറ്റവും വ്യക്തമായി തന്നെ ആ സ്ത്രീ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 51-52 ആയത്തുകളിൽ അൽ ആന ഹസ്ഹസൽ ഹഖ് അന റാവത്തുഹു അൻ നഫ്സിഹി വഇന്നഹു ലമിനസ് സാദിഖീൻ. ആ സ്ത്രീ പറയുകയുണ്ടായി, ഞാനാണ് അവനെ വശീകരിക്കാൻ ശ്രമിച്ചത്, അവൻ സത്യസന്ധനാണ് എന്ന് പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു കേസ് വരുന്ന സന്ദർഭത്തിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം മസല വരുന്ന സന്ദർഭത്തിൽ അതിന്റെ സാഹചര്യ തെളിവുകളും അതിന്റെ വിധി കൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇതുപോലെ ഒരു ഹാക്കിമിന് എടുക്കാവുന്നതാണ്, അത് അറിയിക്കുന്നതാണ് എന്ന് ഈ കാര്യം കൊണ്ട് ലഭിച്ചു. മറ്റൊരു കാര്യം, ومن العمل بالقرائن وجود السواع في رحل أخيه وحكمهم عليه بأحكام السرقة لهذه القرينة القوية. മറ്റൊന്ന്, ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അനിയന്റെ കെട്ടിൽ നിന്ന്, അവിടെ നിന്ന് കാണാതായ ആ പാത്രം അനിയന്റെ കെട്ടിൽ നിന്നാണ് ലഭിച്ചത്. അപ്പൊ അനിയന്റെ കെട്ടിൽ നിന്ന് ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അനിയനാണ് ആ കളവ് നടത്തിയിട്ടുണ്ടാവുക, ആ വ്യക്തിയാണ് കളവ് നടത്തിയിട്ടുണ്ടാവുക എന്ന് ആ സാഹചര്യത്തിന്റെ ഖറായിന് കൊണ്ട്, ആ തെളിവ് കൊണ്ട് അവിടെ വിധി കൽപ്പിക്കാവുന്നതാണ് എന്നുള്ളതും ഈ സൂറത്തിലെ മറ്റൊരു സംഭവമാണ്. വേറെയും ചിലതുണ്ട്. ഇമാം സഅദി റഹിമഹുള്ള ഈ 2 എണ്ണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഫായിദയായിട്ട് പറയുന്നത് ഇമാം സഅദി റഹിമഹുള്ള പറയുന്നു, വമിൻഹാ അന്നഹു യൻബഗി ലിൽഅബ്ദി أن يبعد عن أسباب الفتن ويهرب منها عند وقوعها. ഒരടിമ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിത്നയുടെ കാരണങ്ങളിൽ നിന്ന് അകലുകയും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. ഒരു ഫിത്നയിൽ അകപ്പെടുന്ന കാരണങ്ങളിൽ നിന്ന് അകലുകയും അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. കമാ ഫഅല യൂസുഫ് ഹീന റാവദത്ഹു ഇംറഅത്തുൽ അസീസ്. അതിനെന്താണ് തെളിവ്? ഇംറഅത്തു അസീസ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ക്ഷണിച്ച സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെയ്തതാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് തിന്മകൾക്കുള്ള സാഹചര്യങ്ങൾ വളരെ എളുപ്പമാണ്. ആ സമയത്ത് അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുക എന്നതല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. ഒരു തിന്മ ചെയ്യാനുള്ള സാഹചര്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ തുടരുന്നത് എങ്കിൽ വീണ്ടും ആ തിന്മയിൽ അകപ്പെടുക എന്നുള്ളതാണ് ഉണ്ടാവുക. അതിന്റെ ആ സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഓടി രക്ഷപ്പെടൽ മാത്രമാണ്
ആ തിന്മ ഒഴിവാക്കാൻ നമുക്കുള്ള മാർഗം. വഅലം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, നീ മനസ്സിലാക്കണം, അന്ന കസീറൻ മിനൽ മുഫസ്സിരീന ദക്കറു ഫി തഫ്സീരിൽ ബുർഹാൻ അല്ലദീ റആഹു യൂസുഫ് ഹീന അഅ്തസമ അനിൽ ഫാഹിശത്തിൽ ഇസ്രാഈലിയാത്ത് തുനാഫി അൽ അഖ്ല വദ്ദീൻ വതുനാഫി മാ അലൈഹി അർ-റുസുൽ മിനൽ കമാൽ. പല മുഫസ്സിരീങ്ങളും യൂസുഫ് നബി അലൈഹിസ്സലാം ആ സമയത്ത്, അഥവാ ആ സ്ത്രീ ക്ഷണിച്ച സമയത്ത് ഒരു ബുർഹാൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ. പല ഇസ്രായേലിയാത്തുകൾ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് ആ ബുർഹാൻ എന്നുള്ളതിനെ തെറ്റായിട്ടാണ്. തെറ്റായിട്ട് പല തഫ്സീറുകളും പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ഹൈസു ഖാല ബഅദുഹും, ചില തഫ്സീറിൽ കാണാം തബദ്ദാ ലഹു ജിബ്രീൽ ഫിൽ ഹവാ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം കണ്ട ബുർഹാൻ എന്നുള്ളത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ് അപ്പൊ കണ്ടത്. അതായത് ആ സ്ഥിതി ക്ഷണിച്ച സമയത്ത് അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാം വെളിവായി എന്ന് ചില ആളുകൾ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഔ തബദ്ദാ ലഹു യാഖൂബ് ആബൻ അലാ ഇബ്ഹാമിഹി ഔ മാ അശ്ബഹ ദാലിക മിനൽ ഉമൂർ, അതല്ല സ്വന്തം ഉപ്പയായ യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന് അവിടെ പ്രകടമായി എന്ന് ചില തഫ്സീറുകളിൽ കാണാം. അല്ലതി ലൗ ഹസലത് അലാ അഫ്ജറിൻ നാസ് ലം തൻഅ മിൻ ഫുജൂരിഹി വഫകുല്ലുഹു ബാതിലത്തുൻ. അങ്ങനെ ഒരു കാര്യം ആ സമയത്ത് കണ്ടാൽ ഏറ്റവും തെമ്മാടിയായിട്ടുള്ള ആള് പോലും എന്ത് ചെയ്യും? ആ തെമ്മാടിത്തിൽ നിന്ന് മാറിയിരിക്കും. അതായത് ഒരു തിന്മ ചെയ്യുന്ന സമയത്ത് എല്ലാ സാഹചര്യം ഒരുങ്ങിയ സമയത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കാണാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണാണെങ്കിൽ ആ തിന്മയിൽ നിന്ന് ഒഴിവാകാൻ ഏതൊരാളും പറ്റും. പക്ഷെ അതല്ല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ ഉണ്ടായത്. അതുപോലെ തന്നെ ചില തഫ്സീറുകളിൽ കാണാം വകദാലിക മിനൽ അഖ്വാലിൽ ബാത്തില, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ബാത്തിലായിട്ടുള്ള മറ്റു ചില വാക്കുകൾ മാ ഖാലഹു ബഅദുഹും ഫീ ഖൗലിഹി വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ. സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 24-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ആ സ്ത്രീക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ഹമ്മുണ്ടായി. ആ ഹമ്മ എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹം ജനിച്ചു. തിരിച്ചു പറയാണ് വഹമ്മ ബിഹാ, അവളിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനും ഒരു ഹമ്മുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹമ്മ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ചിന്ത, ഒരാഗ്രഹം എന്നുള്ളത് രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന്, പെട്ടെന്നൊരാളുടെ മനസ്സിലുണ്ടായി പോകുന്ന ചിന്തകൾ. അതായത് നമുക്ക് ചില സിനിമകൾ നമ്മൾ ആലോചിച്ചു പോകും, അല്ലെങ്കിൽ പെട്ടെന്ന് ചിന്തകൾ വന്നു, അത് നമ്മൾ ഒഴിവാക്കും, അത്രയേ ഉള്ളൂ. രണ്ടാമത്തേത് ഇസ്തിമ്രാറായിട്ട്, തുടർച്ചയായിട്ട് അതേ ചിന്ത തന്നെ, ഒരു സിനിമയെ കുറിച്ചുള്ള അതേ ചിന്ത തന്നെ ആവർത്തിച്ചുണ്ടാവുക എന്നുള്ളത്. ഇവിടെ ഇമ്രത്തു അസീസിനുണ്ടായിട്ടുള്ള ഹമ്മ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളതാണ്, അഥവാ അതിനെക്കുറിച്ച് അങ്ങേയറ്റം ആഗ്രഹിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഹമ്മ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മാനുഷികമായിട്ട് ആ സമയത്ത് ഒരു ചിന്ത വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഈ ആയത്തിനെ, ഇവിടെ ഹമ്മ് ചിന്തിച്ചു എന്നുള്ളതിനെ ചില തഫ്സീറുകളിൽ ബാത്തിലായിട്ട് ഒരു ഖൗലായിട്ട്, ശരിയല്ലാത്തൊരു വ്യാഖ്യാനമായിട്ട് പറയാറുണ്ട്. ഐ ഹമ്മ ഐ യദ്രിബഹ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചിന്തിച്ചത് അവളെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവളുടെ കാര്യത്തിൽ ചിന്തിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് അവളെ അടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കാണാൻ സാധിക്കും. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് വഹാദാ തഹ്രീഫുൻ വാഹിറുൻ, ഇത് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്, അത് അതിന്റെ അർത്ഥത്തെ തെറ്റായിട്ട് പറയുകയാണ്. വസാഹിബ് ഹാദൽ ഖൗൽ അറാദൽ ഫിറാറ മിനൽ ഹമ്മിൽ മഅറൂഫ് ഖശിയത അൻ യകൂന ഫീഹി നഖ്സുൻ വതൻഖീസുൻ ലിൽഅംബിയാഇ മഹ്ദൂറൻ ഫീ ദാലിക്. ഇവിടെ ഈ വ്യാഖ്യാനം നൽകിയ ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള നബിമാരിൽ നിന്ന് നബിമാർക്ക് അതുപോലൊരു ചിന്തയുണ്ടായി എന്നുള്ളത് അത് പറയുന്നത് ശരിയല്ലല്ലോ, അത് അപകടമാണല്ലോ എന്ന പേടി കൊണ്ടാണ് അവർ ഈ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് ഫഇന്നൽ ഹമ്മ വൽ ഹവാ വനഹ്വഹ ഇദാ ഖാവമഹു അൽ അബ്ദു വഖദ്ദമ അലൈഹിൽ ഖൗഫ വൽ ഈമാൻ ഫഹുവ കമാലുൻ. യഥാർത്ഥത്തിൽ പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെയുള്ള ഇച്ഛകളും ആഗ്രഹങ്ങളും ചിന്തകളും ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ മുൻപന്തിയിലായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിനുള്ള ഈമാനും മുൻപന്തിയിൽ വെക്കുന്നിടത്താണ് ഒരാളുടെ പൂർണ്ണത എന്ന് പറയുന്നത്. അതായത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അവിടെ ആഗ്രഹം, ചിന്ത ഉണ്ടായിട്ടും അള്ളാഹുവിനുള്ള ഈമാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഇതിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ആ തിന്മയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്നുള്ളത്. അല്ലാതെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല, അത് തെറ്റായിട്ടുള്ള വാക്കാണ്, ബാത്തിലായിട്ടുള്ള വിശദീകരണമാണ് എന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് പറയാണ് കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. സൂറത്തുർ റഹ്മാനിൽ
അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. അതുപോലെ സഹീഹായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹ, ഒരാൾക്കൊരു തിന്മയെ കുറിച്ച്, ഒരു പാപത്തെ കുറിച്ച് ചിന്ത വന്നു, പക്ഷെ അവനത് പ്രവർത്തിച്ചിട്ടില്ല. കതബഹുല്ലാഹു ഹസനതൻ കാമിലതൻ ഫഇന്നഹു ഇന്നമാ തറകഹാ മിൻ ജറാഇ, അവന്റെ മേലെ പൂർണ്ണമായിട്ട് നന്മയായിട്ട് രേഖപ്പെടുത്തും. കാരണം അള്ളാഹു പറയാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഒഴിവായിട്ടുള്ളത്. അതായത് തിന്മക്കുള്ള ചിന്ത വന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മ ചെയ്യാതെ അതിൽ നിന്ന് അകന്ന് ഒഴിവായി നിൽക്കുമ്പോൾ അതവനൊരു നന്മയായി രേഖപ്പെടുത്തും. അള്ളാഹു പറയാണ്, അതവൻ ഒഴിവാക്കിയത് എന്തിന്റെ പേരിലാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് നന്മയായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഒരു ചിന്ത വന്നു, പക്ഷെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അതിനേക്കാൾ ഈമാനും ഖൗഫും അള്ളാഹുവിനോടുള്ള ഹുബ്ബും ശക്തമായതുകൊണ്ട് ആ തിന്മയിൽ അകപ്പെടാതെ അതിൽ നിന്ന് ഒഴിവാക്കി മാറിപ്പോകാൻ സാധിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ആ ആയത്തിനെ മനസ്സിലാക്കേണ്ടത്. ഐ തറകഹു, ഈ ഹദീസിനെ വിശദീകരിക്കുകയാണ് ഇബ്നു സഅദി, ഐ തറകഹു ലഹാ ലിഅജ്ലില്ലാഹ് ഖൗഫൻ മിൻ ഇഖാബിഹി വറജാഅൻ ലിതവാബിഹി മിൻ അക്ബറിൽ ഇബാദാത്ത് വല്ലാഹു അലം. കാരണം ഒരാൾ തിന്മ ഒഴിവാക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയത്താലും അള്ളാഹുവിന്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷയാലുമാണ്. അപ്പോ ഇത് ഈ സൂറത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നുള്ള ഏറ്റവും ഒരു ഫായിദയാണ്. തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അകന്ന് നിൽക്കണം. ആ സാഹചര്യത്തിൽ നമ്മളുണ്ടോ, പിന്നെ നമുക്ക് ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല ആളുകളും, പല യുവാക്കളും ഇന്ന് വളരെയധികം സാഹചര്യങ്ങൾ കൂടുതലാണ് തിന്മയ്ക്ക്. അപ്പൊ അവർ ചെയ്യേണ്ടത് അവരെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അവരുടെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് ആ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക. അത് ഈ സൂറത്തിനുള്ള ഫായിദയാണ്. വമിൻഹ, അതുപോലെ തന്നെ മറ്റൊരു ഫായിദ, മാ അലൈഹി യൂസുഫ് സ്വലവാത്തുല്ലാഹി അലൈഹി മിനൽ ജമാലിൽ ളാഹിരി الذي اخذ بلب امرأة العزيز وشغفها حبا. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ബാഹ്യമായിട്ടുള്ള ജമാൽ, സൗന്ദര്യം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീയുടെ, ഇമ്രത്തു അസീസിന്റെ ഖൽബിൽ, ഷഗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖൽബിൽ ആഴത്തിലിറങ്ങുന്ന ഇഷ്കിനാണ് ഷഗഫ് എന്നുള്ള പദം ഉപയോഗിക്കുക. ദവായിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാം. അപ്പോ ആ രീതിയിൽ ഒരു ആഗ്രഹം ജനിക്കാൻ മാത്രം സൗന്ദര്യം ബാഹ്യമായിട്ടുള്ള ആളായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം. അതുപോലെ ബാത്തിനായിട്ടുള്ള, ആന്തരികമായിട്ടുള്ള സൗന്ദര്യം ഉണ്ടായിരുന്നു. ഇബ്നു സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വഹീന റഅത്ഹു നിസ്വ ഖത്തഅന ഐദിയഹുന്ന വഅക്ബർനഹു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ട സന്ദർഭത്തിൽ ആ സ്ത്രീകൾ അവരുടെ കൈ മുറിച്ചു പോകുമാറ് അത്രയധികം അവർ ആ സൗന്ദര്യത്തിൽ വീണുപോയി. അവർ പറഞ്ഞു, വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മലക്കാണ്. അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വാഹിറായിട്ട്. വമിനൽ ജമാലിൽ ബാത്തിൻ വഹുവൽ ഇഫ്ഫത്ത് വൽ ഇഖ്ലാസുൽ കാമിൽ വസിയാനതു. ആന്തരികമായിട്ടുള്ള സൗന്ദര്യം എന്താണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇഫ്ഫത്ത്, ചാരിത്ര ശുദ്ധി, അതുപോലെ ഇഖ്ലാസ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് ആന്തരികമായിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നത്. സൗന്ദര്യത്തിന്റെ പകുതിയുള്ള ആളായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ന് ഇസ്രാ മിറാജിന്റെ എല്ലാം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാഹിറായിട്ടും സൗന്ദര്യം ഉണ്ടായിരുന്നു, ബാത്തിനായിട്ടും സൗന്ദര്യം ഉണ്ടായിരുന്നു. അത് ഏതൊരാൾക്കും ലാഹിറായിട്ടൊരു സൗന്ദര്യം ഉണ്ടാവും, ആളുകൾ കാണുന്ന ഒരു സൗന്ദര്യം ഉണ്ടാവും. എന്നാൽ ബാത്തിനായിട്ട് അവന്റെ ഈമാനും ഇഖ്ലാസും സിദ്ഖും അവന്റെ ഖൽബിനുണ്ടാകേണ്ട സൗന്ദര്യമാണ്. അത് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. വമിൻഹ അന്നഹു യൻബഗി ലിൽഅബ്ദി അൻ യൽതജിഅ ഇലല്ലാഹി ഇൻദ ഖൗഫിൽ വുഖൂഇ ഫീ ഫിതനിൽ മആസി വദ്ദുനൂബ്. ഈ പാഠത്തിൽ നിന്ന്, അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്നുള്ള മറ്റൊരു പാഠം, ഒരു അടിമ ഒരു തിന്മയിൽ അകപ്പെടും എന്നവന് തോന്നുന്ന ആ സന്ദർഭത്തിൽ അവൻ ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് അഭയം തേടി മടങ്ങേണ്ടതാണ്. അള്ളാഹുവിലേക്ക് അഭയം തേടി മടങ്ങേണ്ടതാണ്. അവൻ ക്ഷമ അവലംബിക്കുകയും ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം, അതായത് നമ്മൾ ഒരു പാപത്തിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് പെട്ടെന്നൊരു നിമിഷത്തിൽ സംഭവിക്കുന്നതല്ല. നമ്മുടെ മനസ്സിലെ ചിന്തകളും നമ്മൾ അതിലേക്കുള്ള സാഹചര്യങ്ങളും ഒക്കെ ഒരുങ്ങിയിട്ടാണ് അതിൽ ചെന്ന് വീഴുന്നത്. സലീമായിട്ടുള്ള പിശാചിന്റെ വസ്വാസുകൾക്ക് ഇടം കൊടുക്കാത്തൊരു കൽബിനെ ഇബ്ലീസ് തെറ്റിക്കുന്ന രീതി എങ്ങനെയാണ്? ആ കൽബിലേക്കുള്ള കവാടങ്ങളായിട്ടുള്ള
കണ്ണ്, കാത്, അതുപോലെ നാവ്, ഇതിലൂടെ മേച്ചമായിട്ടുള്ള അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കാണുകയോ കേൾക്കുകയോ സംസാരിപ്പിക്കുകയോ ചെയ്തിട്ട് അതിനുള്ള പ്രേരണകൾ നൽകിയിട്ടാണ് കൽബിലേക്കുള്ള വഴിയൊരുക്കുന്നത്. അപ്പൊ ഏത് സമയത്തും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ക്ഷമയും അതിയായ പരിശ്രമവും ചെയ്തിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാണ് കമാ ഫഅല യൂസുഫ് വദഅ റബ്ബഹു ഖാല, യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്തതുപോലെ. യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച എന്താണ്? വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിൻ വഅകും മിനൽ ജാഹിലീൻ. യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്, അള്ളാഹ് ഇവരെ എന്നിൽ നിന്ന് നീ തെറ്റിച്ചിട്ടില്ല എങ്കിൽ ഞാൻ എന്തായിരിക്കും? ഞാൻ അവരുടെ ഈ കെണിയിൽ ഞാൻ അകപ്പെട്ടു പോകും, ഞാൻ ജാഹിലിങ്ങൾ പെട്ടുപോകും. ആരാ പറയണ്? യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്, ഇവരുടെ ഈ കൈദിൽ നിന്ന് നീ എന്നെ തെറ്റിച്ചിട്ടില്ല എങ്കിൽ ഞാൻ അതിൽ പെട്ടുപോകും, ഞാൻ ജാഹിലിങ്ങളുടെ കൂട്ടത്തിലായി പോകും. അല്ലാഹു രക്ഷിക്കാതെ ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും അടിമക്ക് ഒരു ചലനശേഷിയോ ഒരു ശക്തിയോ ഒരു സംരക്ഷണമോ ഇല്ല അള്ളാഹു നൽകിയതല്ലാതെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഒരടിമ അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എന്താണ്? അള്ളാഹുവിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമ അവലംബിക്കുക, അള്ളാഹുവിനോട് സഹായം ചോദിച്ചിട്ട്. അതായത് ഏത് കാര്യത്തിനും എന്ത് വേണം? അള്ളാഹുവിന്റെ സഹായം വേണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ അവസാനം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക നമ്മൾ തേടുന്നത്. അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത്. എന്തിന്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. അപ്പൊ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഇതൊന്നും നമുക്ക് സാധിക്കില്ല. അൽ ഫസ്ലുൽ ഖാമിസ്, ഈ കിതാബിലെ 5ാമത്തെ ഫസ്ൽ. വമിൻഹ, ഇതിന്റെ ഫവായിദുകളിൽ ഒരു ഫായിദ, ഫദ്ലുൽ ഈമാനിൽ കാമിൽ വൽ യഖീൻ വത്തുമഅനീനത ബില്ലാഹി വബിദിക്രിഹി. പൂർണ്ണമായ ഈമാനിന്റെ പൂർണ്ണതയിൽ എത്തുന്നതിന്റെയും അതുപോലെ തന്നെ ദൃഢത, അള്ളാഹുവിലുള്ള ദൃഢതയുടെയും അതുപോലെ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടും തുമഅനീനത്ത് സമാധാനം കൊള്ളുന്നതിന്റെയും എല്ലാം ഫദ്ൽ, അത് നമുക്ക് ഈ സൂറത്തിൽ നിന്ന് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഹൈതു തസഫ ബിഹാ യൂസുഫ് അലൈഹിസ്സലാം വഔജബത് ലഹു الثبات في اموره كلها والاشتغال فيما هو يصدره من وظائف الحاضره وهو في أحواله وتنقلاته مطمئن القلب ثابت النفس ليس عنده قلق لبعده عن أبيه وأحبابه. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഈ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാം ആ ഓരോ ഘട്ടത്തിലും തന്റെ ജീവിതത്തിലുണ്ടായ ഓരോ ഘട്ടത്തിലും ഓരോ മാറ്റങ്ങളിലും യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ സമാധാനമുള്ള അവസ്ഥയിൽ ദൃഢമായിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു കൽബുമായിട്ട് മനസ്സുമായിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം നിൽക്കുന്നത് കാണാൻ സാധിക്കും. തന്റെ മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞിട്ടോ തന്റെ കുടുംബക്കാരിൽ നിന്ന് മാറി നിന്നിട്ടോ അതിന്റെ ഒരു വേവലാതി കാണിക്കാതെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ മുന്നോട്ട് പോയിട്ടുള്ളത്. مع ما يعلمه من شدة الشوق والحب المفرط بينه وبين والديه خصوصا أبوه يعقوب. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അറിയാം തന്റെ ഉപ്പാക്ക് തന്നോടുള്ള ഇഷ്ടം എത്രത്തോളം അതിര് കവിഞ്ഞ എത്രത്തോളം ഒരു സ്നേഹം ഉണ്ടെന്ന് അറിയാം. അത് അറിഞ്ഞിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് കാണിച്ചിട്ടില്ല? ഒരു വേവലാതി കാണിച്ചിട്ടില്ല. കാരണം എന്താണ്? യൂസുഫ് നബി അലൈഹി സ്വലാം ഇവിടെ ഈ ഇമ്രത്തുൽ അസീസിന്റെ വീട്ടിൽ അവിടെ താമസിക്കുന്ന കാലത്ത് മിസ്റിലായിരിക്കുന്ന കാലത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിക്ക് എന്തറിയാം? യാക്കൂബ് നബി എവിടെയെന്നറിയാം. കത്തയക്കുകയോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് ചെയ്യേണ്ട ഒരവസ്ഥയിൽ വേവലാതി യൂസുഫ് നബി അലൈഹി സ്വലാം ഉണ്ടായിട്ടില്ല. വലാകിൻ ഇഖ്തവത് ഹിക്മത്തുല്ലാഹി അല്ലാ യഹ്സുലൽ ലിഖാ ഇല്ലാ ഫീ തിൽകൽ ഹാലി അല്ലതി ഇഷ്തദ്ദത് മശഖ്ഖതുഹാ വഅദമത് ശിദ്ദതുഹാ. അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്തായിരുന്നു? അതിൽ ആ ഏറ്റവും ഞെരുക്കമെത്തിയ ഒരു അവസ്ഥയിൽ യാക്കൂബ് നബി എത്തിയിട്ട് ഈ കാര്യങ്ങളുടെ എല്ലാം അവസാനത്തിൽ മതി അവർ തമ്മിലുള്ള കണ്ടുമുട്ടൽ എന്നുള്ള അള്ളാഹുവിന്റെ ഹിക്മത്തായിരുന്നു അതുകൊണ്ട് കാരണം. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല പ്രത്യേകം ഒരു ചൈതന്യം കൊണ്ട് പിന്താങ്ങ് നൽകി. മിൻ അജല്ലി സമറാത്തിൽ ഈമാൻ, അത് ഈമാനിന്റെ സമറത്തുകൾപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പലപ്പോഴും ഇന്ന് ലോകത്ത് ജീവിക്കുന്ന
ഈമാനുള്ള ആളുകൾ പോലും, അതാ മുസ്ലിമീങ്ങളിൽ പോലും ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഗുളിക കഴിക്കുന്ന ആളുകളാണ്. ടെൻഷനും ഡിപ്രഷനും അതുപോലെയുള്ള ഓരോ കാര്യങ്ങളായിട്ട്. ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇതിൽ പറയുന്നത് ഈ അത്രയും ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ കടന്നുപോയിട്ടുള്ള ആ ജീവിതത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ പോലും ഒരു വേവലാതിപ്പെട്ട് ഒരു ബേജാറായി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടെ അത് അല്ലാഹു തആല ആ ഒരു അവസ്ഥയിലേക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിനെ ഒരുക്കാനുള്ള കാരണം അത് ഈമാനിന്റെ സമറത്തായിരുന്നു. അതായത് അള്ളാഹുവിനുള്ള യഥാർത്ഥ ഈമാനും യഖീനും അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് ഖൽബ് സമാധാനം കൊള്ളുന്ന ഒരാളാണെങ്കിൽ അവന് നേരിടേണ്ടി വരുന്ന ഏതൊരു പരീക്ഷണത്തിലും ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല അവന് നൽകും. അപ്പൊ ആ ഒരു ഈമാനികമായ അവസ്ഥ നേടിയെടുക്കണം, അതിനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഉണ്ടാകേണ്ടത് എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിന്റെ തുടർച്ച അടുത്ത ദർസുകളിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.